ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായം സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ഒരു ആയത്താണ് ഇനി ബാക്കിയുള്ളത്. അതായത് 30-ാമത്തെ ആയത്ത്. 29 ആയത്തുകൾ ഇതിനകം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് അവസാനത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. കഴിഞ്ഞ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്, നബിയെ താങ്കൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, അള്ളാഹു പരമകാരുണികനാണ്, ആ പരമകാരുണികനിലാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ അള്ളാഹുവിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആരാണ് വ്യക്തമായ വഴികേടിൽ എന്ന് കൂടുതൽ വൈകാതെ നിങ്ങൾ മനസ്സിലാക്കും. അതായത് നിങ്ങൾ സ്വീകരിച്ച നിലപാടാണ് വഴികേട്, അതാണ് ദുർമാർഗം എന്നുള്ള കാര്യം, ആ ഒരു സത്യം നിങ്ങൾ വൈകാതെ മനസ്സിലാക്കും, നിങ്ങൾ വഴിയെ തിരിച്ചറിയും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ആയത്തിൽ, അതായത് അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്ന ഒരായത്താണ്. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. കൽപ്പനക്രിയയാണ്, അമ്രാണ്. കാല പറഞ്ഞു, മാളിയായ പദം. യഖൂലു പറയുന്നു അല്ലെങ്കിൽ പറയും, അത് മുളാരി, അതായത് വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ. അതിൻ്റെ തുടക്കത്തിലെ യാ മാറ്റി നീട്ടാനുള്ള വാവും മാറ്റി അവസാനത്തെ ലാമിന് സുക്കൂന് കൊടുത്തു. അപ്പോൾ ഖുൽ എന്നാവും, കൽപ്പനക്രിയായി. താങ്കൾ പറയൂ അല്ലെങ്കിൽ പറയണം, പറയുക. ഖുൽ, നബിയെ താങ്കൾ പറയുക. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആളുകൾക്ക്? അറഅയ്തും, ഈ പദം ഇതേ സൂറത്തിൽ മുമ്പ് വന്നു. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നർത്ഥം. അതിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോൾ റഅ അൻതും എന്നല്ല വരിക, റഅയ്തും എന്നാ വരിക. അൻതും എന്ന് പറയുമ്പോൾ നിങ്ങൾ, റഅ കണ്ടു, റഅയ്തും നിങ്ങൾ കണ്ടു. അതിൻ്റെ തുടക്കത്തിൽ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇസ്തിഫാമിൻ്റെ ഹംസ എന്ന് പറയുന്ന ചോദ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഹംസ വന്നിട്ടുണ്ട്, അ എന്ന്. അത് വന്നാൽ പിന്നെ അർത്ഥം അങ്ങനെയാണോ ഉണ്ടോ എന്നൊക്കെയാണ് ആ ഒരു പദത്തിൻ്റെ അർത്ഥം വരിക. അപ്പോൾ റഅയ്തും നിങ്ങൾ കണ്ടു എന്നുള്ളതിൻ്റെ കൂടെ ഹംസ ചേരുമ്പോൾ അ റഅയ്തും നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടുവോ, അങ്ങനെയാണ് അർത്ഥം വരിക. അ റഅയ്തും നിങ്ങൾ കണ്ടോ. ഇവിടെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എന്ത്? ഇൻ, അതൊരു ഷർത്തിൻ്റെ നിബന്ധനയുടെ ഹർഫാണ്. അങ്ങനെയാണെങ്കിൽ, ആയാൽ എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. ഇൻ, അങ്ങനെയാണെങ്കിൽ. അസ്ബഹ, അസ്ബഹ എന്നുള്ളത് കാന എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ള ഒരു പദമാണ്. ഇപ്പോൾ നമുക്കറിയാം, കാന വ അഖ്വാത്ത് എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ, കാനയും അതിൻ്റെ സഹോദരിമാരും, കാന വ അഖ്വാത്ത്. അതിൽപ്പെട്ടതാണ് ഈ അസ്ബഹ എന്നുള്ളത്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് അവസാനത്തിൽ ഗ്രാമറിൽ പറയാം. കാന വരുമ്പോൾ ഉള്ള അതേ നിയമമാണ് അസ്ബഹ വന്നാലും ഉണ്ടാവുക. അസ്ബഹ എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെ ആയിത്തീർന്നു എന്നുള്ള രൂപത്തിലൊക്കെയാണ് അർത്ഥം കൊടുക്കുക. അപ്പോൾ ഇൻ അസ്ബഹ എന്ന് പറഞ്ഞാലോ, ആയിത്തീർന്നാൽ, ആയെങ്കിൽ, ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ, ആയി എങ്കിൽ. ഇൻ അസ്ബഹ, അങ്ങനെ ആയി എങ്കിൽ. എന്ത്? മാ ഉക്കും, മാ വെള്ളം, മാ ഉക്കും നിങ്ങളുടെ വെള്ളം. കും എന്നുള്ളത് അതിൻ്റെ അവസാനത്തിൽ വന്നത് നിങ്ങളുടെ എന്നർത്ഥത്തിൽ. മാ ഉക്കും നിങ്ങളുടെ വെള്ളം. അവിടെ ആ മാ എന്ന് എഴുതിയത് നോക്കൂ, വാവിൻ്റെ മേലെയാണ് ഹംസ ഇട്ടത്. അപ്പോൾ അതിന് വാവ് എന്ന് പറയില്ല കേട്ടോ. വാവിൻ്റെ മേലെയും അലിഫിൻ്റെ മേലെയും യാഇൻ്റെ മേലെയൊക്കെ ഹംസ ഇടും. അപ്പോൾ ആ ഹംസയുടെ ഉച്ചാരണമാണ് പറയുള്ളൂ, അല്ലാതെ അവിടെ വാവിന് പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ മാ ഉക്കും നിങ്ങളുടെ വെള്ളം, നിങ്ങളുടെ വെള്ളം ആയെങ്കിൽ. ഗൗറൻ,
ഗാറ എന്ന് പറഞ്ഞാൽ വറ്റി, വരണ്ടു എന്നൊക്കെയാണ്. ഗൗറൻ വറ്റിയത്, വരണ്ടത്. അപ്പോൾ നിങ്ങളുടെ വെള്ളം വറ്റിയത് ആയെങ്കിൽ, വരണ്ടത് ആയെങ്കിൽ, അല്ലെങ്കിൽ വരണ്ടു പോയാൽ, വറ്റിത്തീർന്നാൽ. ഫമൻ, ഫ എന്നുള്ളത് അവിടെ വാവുൽ വാഖിയ എന്നാണ് പറയാം. അതായത് ഒരു ഷർത്ത്, ഒരു നിബന്ധന തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ആ നിബന്ധനയുടെ മറുപടി തുടങ്ങുകയാണ്. അത് തുടങ്ങുന്ന സമയത്തുള്ള വാവ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത്, അത് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു വാവ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു വാവുണ്ടല്ലോ, അത് വാവുൽ വാഖിയാണ്. അങ്ങനെയാണെങ്കിൽ ഫ, അപ്പോൾ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ. മൻ, ആരുണ്ട്, ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇസ്തിഫാമിൻ്റെ മന്നാണത്. ആര്, ആരുണ്ട്, മൻ, ആരാണ്. യഅ്തീകും ബി, അതാ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. ജാ എന്നുള്ള അതേ അർത്ഥമാണ് അതാ എന്നുള്ളതിന്, വന്നു. ആത്ത എന്നുള്ളത് വേറുണ്ട് കേട്ടോ. ആത്ത എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ്. ഇവിടെ അത്ത എന്നാണ്. അത്ത എന്ന് പറഞ്ഞാൽ വന്നു. നമ്മൾ ഹൽ അത്താക്ക എന്ന് പറഞ്ഞ സമയത്ത് പഠിച്ചല്ലോ അത്. അത്ത, വന്നു. അത്ത എന്നുള്ളതിൻ്റെ കൂടെ ബി കൂടെ ചേർന്ന് വരും ചില സന്ദർഭങ്ങളിൽ. ജായുടെ കൂടെ അങ്ങനെ വരും. അത്തായുടെ കൂടെയും ജായുടെ കൂടെയൊക്കെ ബി ചേർന്ന് വന്നാൽ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥം കിട്ടുക. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്. അപ്പോൾ അത്ത വന്നു, ബി കൊണ്ട്, കൊണ്ടുവന്നു. ജാ ബി, അതേ അർത്ഥം തന്നെയാണ്. ഇവിടെയും അതുപോലെ ഈ അത്ത എന്നുള്ളതിൻ്റെ കൂടെ ബി വന്നിട്ടുണ്ട്. അത് ആ ഒരു പദം കഴിഞ്ഞതിന് ശേഷം മാ ഇൻ്റെ കൂടെയാണ് ചേർന്ന് വന്നത്. ബി മാ ഇൻ, അവിടെ ബി വന്നിട്ടുണ്ട്. ഇവിടെ അത്ത എന്നുള്ളതിൻ്റെ മുലാരി രൂപമാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോഴും അർത്ഥം വരിക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിയും കൂടെ ചേർത്ത്, കൊണ്ട് എന്നുള്ള അർത്ഥം കൂടെ ചേർത്തിട്ടാണ് പറയുക. അപ്പോൾ അത്ത എന്ന് പറഞ്ഞാൽ വന്നു. യഅ്തീ, വരുന്നു അല്ലെങ്കിൽ വരും. യഅ്തീ, വരും അല്ലെങ്കിൽ വരുന്നു. യഅ്തീകും ബി, അപ്പോൾ യഅ്തീ എന്നുള്ളതിൻ്റെ കൂടെ ബി വരുമ്പോൾ കൊണ്ടുവരും അല്ലേ, കൊണ്ടുവരും. കും, നിങ്ങൾക്ക്, നിങ്ങൾക്ക് കൊണ്ടുവരും. യഅ്തീ, വരും, ബി, കൊണ്ട്. യഅ്തീ ബി, കൊണ്ടുവരും. അതിൻ്റെ ഇടയ്ക്കൊരു കും എന്നുണ്ട്, നിങ്ങൾക്ക്. അപ്പോൾ യഅ്തീകും ബി, നിങ്ങൾക്ക് കൊണ്ടുവരും. ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവരിക, ആര് നിങ്ങൾക്ക് കൊണ്ടുവരും. ഫമൻ, അപ്പോൾ ആരുണ്ട്. യഅ്തീകും ബി, നിങ്ങൾക്ക് കൊണ്ടുവരും. ആര് നിങ്ങൾക്ക് കൊണ്ടുവരും. എന്ത്, മാ ഇൻ, വെള്ളം. മഈൻ, ഒഴുകുന്ന അല്ലെങ്കിൽ ഉറവയിൽ നിന്നുള്ള, ഉറവ പൊട്ടി വരുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം നിങ്ങൾക്ക് ആര് കൊണ്ടുവന്ന് തരും. ഇതാണ് ആയത്തിലെ പദങ്ങളുടെ അർത്ഥം. നമുക്ക് ഒന്നിച്ചർത്ഥം നോക്കാം. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. അറഅയ്തും, നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ. ആളുകളോടാണ് പറയേണ്ടത്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയേണ്ടതല്ല കേട്ടോ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരു വ്യക്തിയും മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം പറയാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ആളുകളെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, താങ്കൾ പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. അറഅയ്തും, നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ. ഇൻ അസ്ബഹ മാഉക്കും ഗൗറ, നിങ്ങളുടെ വെള്ളത്തെ എങ്ങാനും അള്ളാഹു വറ്റിച്ച് കളഞ്ഞാൽ, നിങ്ങളുടെ വെള്ളമെങ്ങാനും അള്ളാഹു ഇല്ലാതാക്കി കളഞ്ഞാൽ. ഫമൻ യഅ്തീകും ബിമാ ഇൻ മഈൻ, അപ്പോൾ ആ പൊട്ടി ഒഴുകി വരുന്ന വെള്ളത്തെ നിങ്ങൾക്ക് നൽകാൻ ആരുണ്ട്. ആരാണ് നിങ്ങൾക്ക് അതുപോലൊരു വെള്ളം തരിക. ഇതാണ് ചോദ്യം. അതായത് നിങ്ങൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ എങ്ങാനും അള്ളാഹു പിടിച്ചു വെച്ചാൽ, അള്ളാഹു നിർത്തലാക്കിയാൽ, അള്ളാഹു വറ്റിച്ച് കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരിക. അതുപോലെ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങൾക്ക് തരാൻ ആരുണ്ട്. ഇതാണ് ചോദ്യം. നോക്കൂ, ഇതിൻ്റെ വിശദീകരണം ഒരുപാട് സമയമെടുത്ത് പറയാൻ വേണമെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സത്യത്തിൽ എന്താണ് ഈ വെള്ളം. അതൊരു മഹാ അത്ഭുതമാണല്ലേ. അള്ളാഹു ആ വെള്ളത്തെ സൃഷ്ടിച്ചു. മനുഷ്യന് ഒരുപാട് ഉപകാരത്തിന് പറ്റുന്ന സംഗതിയാണ് വെള്ളം. സ്കൂളിലും കോളേജുകളിലൊക്കെ കുട്ടികൾ പഠിക്കും, വെള്ളം എന്നുള്ളത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കൂടിച്ചേർന്ന സാധനമാണെന്ന്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും തമ്മിൽ കൂടിച്ചേർന്ന് വെള്ളമുണ്ടാകും എന്നൊക്കെ സ്കൂൾ തലങ്ങളിൽ വരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്താണ് ഈ ഹൈഡ്രജൻ, എന്താണ് ഓക്സിജൻ എന്നുള്ളത്? ഹൈഡ്രജൻ എന്നുള്ളത് സ്വയം കത്തുന്ന ഒരു വാതകമാണ്, ഒരു ഗ്യാസാണ്, സ്വയമായിട്ട് കത്താൻ പറ്റും അതിന്. ഓക്സിജൻ എന്നുള്ളത് ഏതിനെയും കത്താൻ സഹായിക്കുന്നൊരു വാതകമാണ്. അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്തേ
കാറ്റ് ആ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിലാണ് അടുപ്പിൻ്റെ മുഖഭാഗം വെക്കുക. എന്നാലേ കാറ്റ് അങ്ങോട്ട് ചെന്നിട്ട് അത് നന്നായിട്ട് കത്തുള്ളൂ. അപ്പോൾ കാറ്റ് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിൽ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എല്ലാ സാധനത്തിനെയും കത്താൻ സഹായിക്കും. കാറ്റൊട്ടും ചെല്ലാത്ത സ്ഥലമാണെങ്കിൽ അത് കത്തൂല. അപ്പോൾ ഓക്സിജൻ കത്താൻ സഹായിക്കുന്നതാണ്, ഹൈഡ്രജൻ സ്വയം കത്തുന്നതാണ്. രണ്ടും കൂടി ചേരുമ്പോൾ ശരിക്കും നമ്മളെന്താ വിചാരിക്കുക? ഒന്ന് സ്വയം കത്തുന്നത്, ഒന്ന് കത്താൻ സഹായിക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമ്മൾ വിചാരിക്കുക ആളിക്കത്തുന്നല്ലേ. പക്ഷേ കത്തലിനെ ഒഴിവാക്കുന്ന, കത്തലിനെ കെടുത്തുന്ന വെള്ളമാണ് ഇതിൻ്റെ ഉൽപ്പന്നമായിട്ടുണ്ടാകുന്നത്. സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായ രണ്ട് സാധനങ്ങൾ കൂടി ചേർന്നപ്പോൾ ഉണ്ടായത് കത്തലിനെ കെടുക്കുന്ന സാധനം. നോക്കൂ നിങ്ങളവിടെ അത്ഭുതം. ഇനി ഈ ഒരു വെള്ളം ഈ രൂപത്തിലാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഘടകങ്ങൾ ഇതൊക്കെയാണെന്നുള്ളത് ശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മഴ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ വെള്ളം ഉണ്ടാക്കിക്കോളാം, കാരണം എനിക്കറിയാലോ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർത്താലാണ് വെള്ളം ഉണ്ടാവുക, ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ജീവിച്ചോളാം എന്നാരെങ്കിലും പറയുമോ? പറയൂല. കാരണം അങ്ങനെ ജീവിക്കാൻ കഴിയൂല. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർക്കണമെങ്കിൽ അതിന് വേണ്ട ലാബ് സംവിധാനങ്ങളൊക്കെ, ലബോറട്ടറിയൊക്കെ എത്ര കോടിക്കണക്കിന് രൂപ ചിലവാക്കണം എന്നറിയോ? എന്നാൽ തന്നെ ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്ര പൈസ മുടക്കണം എന്നറിയോ? അങ്ങനെയൊന്നും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ അതാണ് അതിൻ്റെ ഘടകങ്ങൾ. വെള്ളം നമുക്ക് രണ്ട് ഘടകങ്ങളാക്കി കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനാണ് കിട്ടുക. പക്ഷെ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല അങ്ങനെ ആക്കാനും അത് തമ്മിൽ കൂട്ടിച്ചേർക്കാനൊക്കെ. ഇനി ഇത്രയും നമുക്ക് പ്രയോജനമുള്ള വെള്ളം അള്ളാഹു നമുക്കങ്ങനെ വെറുതെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ആ വെള്ളം നൽകൽ ഒരല്പം വൈകിക്കഴിഞ്ഞാൽ, സാധാരണ വെള്ളം കിട്ടുന്ന സമയത്ത് നമുക്ക് മഴ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ഇനി അള്ളാഹു ഇവിടെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് അള്ളാഹു എങ്ങാനും ആ വെള്ളത്തെ വറ്റിച്ച് കളഞ്ഞാൽ, അള്ളാഹു നമുക്ക് നൽകുന്ന വെള്ളം ആ മഴ പെയ്യുന്ന സമയത്ത് മാത്രമല്ല, അതിനെ അള്ളാഹു ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഭൂമിയുടെ ഉൾഭാഗത്ത്, ഭൂഗർഭ ഭാഗത്ത് അള്ളാഹു അതിനെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കിണർ കുറച്ചും കൂടെ ആഴം കൂട്ടും. എന്നിട്ടും പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ ആഴത്തിലുള്ളൊരു കുഴൽക്കിണർ കുഴിക്കും. പക്ഷെ എന്നിട്ടും വെള്ളം കിട്ടുന്നില്ലായിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു നമുക്ക് വേണ്ടി ഭൂമിയുടെ അന്തർഭാഗത്ത് വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. വലിയൊരു അനുഗ്രഹമല്ലേ അത്? അത് അള്ളാഹു എങ്ങാനും അങ്ങോട്ട് വറ്റിച്ച് കളഞ്ഞാൽ, അള്ളാഹു അതിനെ ഇല്ലാതാക്കി കളഞ്ഞാൽ ആരുണ്ട് നമുക്ക് വെള്ളം തരാൻ? വല്ലാത്തൊരു ചോദ്യമല്ലേ അത്? ആർക്കെങ്കിലും തരാൻ പറ്റുമോ വെള്ളം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള വെള്ളമൊക്കെ വറ്റിയാലും കുഴപ്പമില്ല, അത് വെള്ളത്തെ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയാൻ പറ്റുന്ന ആരാണുള്ളത്? ഒരുപാട് അത്ഭുതങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമുക്കെല്ലാം കൂടെ പറയാൻ സമയമില്ല. മുമ്പ് കഴിഞ്ഞ ചില സൂറത്തുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മേഘങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത്, മഴയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. കടലിലെ വെള്ളം മുഴുവൻ ഉപ്പുരസമാണ് നമുക്കറിയാം. ആ ഉപ്പുരസമുള്ള വെള്ളത്തിൽ നിന്ന് നല്ല ഉപ്പില്ലാത്ത വെള്ളം മേലേക്ക് ഉയരുന്നു. എന്നിട്ട് ആ ശുദ്ധമായ വെള്ളമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അതെങ്ങാനും ഉപ്പുള്ള രൂപത്തിൽ തന്നെ മേലേക്ക് ഉയർന്നിട്ട് ഉപ്പുള്ള രൂപത്തിലാ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതേപോലെ തന്നെ ഓരോ നാടിനും ആവശ്യമുള്ള തോതിലാണ് വെള്ളം അള്ളാഹു വിതരണം ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും മഴ പെയ്യുന്നതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായി മുമ്പൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. അറബിക്കടലിൻ്റെ രണ്ട് ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ ഒരേ രൂപത്തിലല്ല മഴ പെയ്യുന്നത്. സൗദി അറേബ്യയിലും ഇന്ത്യയിലും മഴ പെയ്യുന്നതിൻ്റെ അളവ് നോക്കൂ നിങ്ങൾ. ഓരോ വർഷത്തിൽ കിട്ടുന്ന മഴ ശരിക്ക് അറബിക്കടൽ നടുഭാഗത്താണ്. അവിടുന്ന് മേലേക്ക് ഉയരുന്ന വെള്ളം രണ്ട് ഭാഗത്തേക്കും തുല്യമായിട്ട് പോയിട്ട് രണ്ട് രാജ്യങ്ങളിലും തുല്യമായിട്ട് മഴ പെയ്താൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കൂ, സൗദി അറേബ്യയ്ക്ക്. അപ്പോൾ ഓരോ രാജ്യക്കാർക്കും ആവശ്യമുള്ള രൂപത്തിലാണ് അള്ളാഹു വെള്ളം നൽകുന്നത്. അത് ശേഖരിച്ച് വെക്കുന്നു അള്ളാഹു മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് ഈ ഒരു സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ സൂറത്തിൽ പറഞ്ഞിട്ട് അവസാനം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന, ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കാൻ പറ്റുന്നൊരു ചോദ്യം, നിങ്ങൾക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളമുണ്ടല്ലോ, എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ ഉറവ അതെങ്ങാനും അള്ളാഹു വറ്റിച്ച് കളഞ്ഞാൽ, അത് അള്ളാഹു ഇല്ലാതാക്കി കളഞ്ഞാൽ ആര് നിങ്ങൾക്ക് അങ്ങനെ ഒരു വെള്ളം കൊണ്ടുവന്ന് തരും എന്ന വലിയ ഒരു ചിന്തിപ്പിക്കുന്ന ചോദ്യം ചോദിച്ചിട്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഇത്രയേ ഉള്ളൂ. അങ്ങനെയെങ്കിലും ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് പറയുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിക്കണം, സ്വർഗവും നരകവും പരലോകവും വിചാരണയും ഒക്കെ ഉണ്ട്
ഈ ലോകത്തിൻ്റെ ഒരു അവസാനമുണ്ട്, പുനർജീവിപ്പിക്കലുണ്ട്. ഇതൊക്കെ ചിന്തിക്കാൻ ഈ കാര്യം മാത്രം പോരെ? ഇതിൻ്റെയൊക്കെ പിന്നിലൊരു അള്ളാഹു ഉണ്ട്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് ചിന്തിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ഈ ചോദ്യം ചോദിച്ചിട്ടാണ് ഈ ഒരു സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഈ ഒരു സൂറത്ത് കഴിഞ്ഞ് അടുത്ത ദിവസം നമുക്കിതിൻ്റെ അവലോകനം ഉണ്ടാവും. ആ അവലോകനവും എല്ലാവരും കേൾക്കാൻ ശ്രമിക്കുക. ഇതുവരെ ക്ലാസ് കേൾക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ കേട്ട് തീർക്കാനും ശ്രമിക്കുക. പാരായണ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ, ഇൻ എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂന് വന്നു. സുക്കൂനുള്ള നൂന് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു നിയമം ഉണ്ടാവുമല്ലോ. അതിനുശേഷം ഹംസയാണ് വന്നത്, അസ്ബഹ. അപ്പോൾ ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ നൂനിൻ്റെ ശബ്ദത്തെ വെളിവാക്കണം, ഇൽഹാർ ചെയ്യണം. ഇൻ അവിടെ മണിക്കാനൊന്നും പാടില്ല, ഇൻ എന്നുള്ളത് വ്യക്തമായി കേൾക്കണം. പിന്നെ മാ ഉക്കും, അവിടെ മാ എന്ന നീട്ടൽ 4 or 5 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമാണ്. കാരണം മാ എന്ന ആ ഒരു നീട്ടലിന് ശേഷം ഹംസ വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിൽ. ഇതേപോലെ തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ ബി മാ ഇൻ എന്ന് വരുന്നില്ലേ അവസാനത്തിൽ, അതും അങ്ങനെ തന്നെയാണ്. നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് നിർബന്ധമാണ് 4 or 5 അക്ഷരത്തിൻ്റെ ദൈർഘ്യം. എന്തായിരുന്നു അതിൻ്റെ പേര്? മദ് മുത്തസിൽ അല്ലേ, ചേർന്ന് വന്ന മദ്. അതേസമയത്ത് മദ് മുൻഫസിലുണ്ട് വ്യത്യസ്ത പദങ്ങളിലാണെങ്കിൽ. അതാണെങ്കിൽ പിന്നെ നിർബന്ധമില്ല, വേണമെങ്കിൽ നീട്ടിയാൽ മതി. പക്ഷേ ഇവിടെ നിർബന്ധമാണ്, ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് വന്നത്. രണ്ടിടത്തും മാ ഉക്കും എന്ന് പറയുമ്പോഴും ബി മാ ഇൻ എന്ന് പറയുമ്പോഴും രണ്ടിടത്തും നീട്ടലും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിലാണ് വന്നത്. നിർബന്ധമായും 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടുക. ഗൗറൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന് വന്നു. അതിനുശേഷം വരുന്ന അക്ഷരം ഏതാ? ഫ ആണ്. ഫിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ഫാ ചെയ്യുക, അവ്യക്തമാക്കുക, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ഗൗറൻ എന്ന് നൂനിനെ വെളിവാക്കരുത്, അവ്യക്തമാക്കുക, മറച്ചു വെക്കുക, എന്നിട്ട് ഫ പറയാം. അപ്പോൾ ഗൗറ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. ഫമൻ എത്തിക്കും, ഫമൻ എന്നുള്ളിടത്തൊരു സുക്കൂനിലെ നൂന് വന്നു. അതിനുശേഷം യാ ആണ്. യാൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. 4 അക്ഷരങ്ങൾക്കാണ് ഈ നിയമം അല്ലേ? നൗമി എന്നോർത്താൽ മതി. നൂന്, വാവ്, മീമ്, യാ. ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ അല്ലെങ്കിൽ തൻവീന് വന്നാൽ ആ നൂനിൻ്റെ ശബ്ദത്തെ ആ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുകയും മണിക്കുകയും വേണം. അപ്പോൾ ഇവിടെ ഫമൻ എന്നുള്ളതിലെ നൂനിൻ്റെ ശബ്ദത്തെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. അപ്പോൾ എങ്ങനെ പറയാം? ഫമയ്യ എത്തിക്കും, ഫമയ്യ എത്തിക്കും. ബിമാ ഇൻ എന്നുള്ളതിൽ പറഞ്ഞു. ബിമാ ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ വരുന്ന തൻവീന്, ആ തൻവീന് ശേഷം വരുന്ന അക്ഷരം ഏതാണ്? മീമാണ്. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമം. കാരണം നൗമി എന്നാണല്ലോ ഓർക്കാൻ വേണ്ടി പറഞ്ഞത്. നൂന്, വാവ്, മീമ്, യാ. അപ്പോൾ ഇവിടെ മീമ് വന്നു. മീമിൻ്റെ മുമ്പാണ് തൻവീന് വന്നത്. ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദത്തെ മീമിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇപ്പോൾ ബിമാ ഇം മഅയിൻ, മീമിന് ശബ്ദ് കിട്ടിയ പോലെ ഉണ്ടാവുക. ബിമാ ഇം മഅയിൻ. മഅയിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലെ നീട്ടൽ മദ് ആരിലാണ്. 2 or 4 or 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടാം. ഇനി നിങ്ങൾ നോക്കൂ, ഏറ്റവും അവസാനത്തെ അക്ഷരം നൂനല്ലേ? ആ നൂനിന് ശരിക്കും അവിടെ മഅയിനിൻ എന്നാണ്, കസ്ർ തൻവീനാണ് വേണ്ടത്. പക്ഷേ കസ്ർ തൻവീനിലെ ഒരു വര ഇട്ടിട്ടുണ്ടാവുള്ളൂ. രണ്ടാമത്തെ വരക്ക് പകരം ഒരു മീമ് വാല് താഴേക്കാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവിടെ പാരായണം നിർത്തുന്നവർക്ക് ആ നിയമം ബാധകമല്ല. പാരായണം നിർത്തുന്നവർക്ക് അവിടെ സുക്കൂനിട്ട് നിർത്തിയാൽ മതി. മഅയിൻ, അവിടെ നൂനിന് സുക്കൂന് കൊടുത്തങ്ങ് നിർത്തിയാൽ മതി. എന്നാൽ അവിടെ പാരായണം നിർത്താതെ അടുത്ത സൂറത്തിലേക്ക് ഓതി പോവാണിരിക്കുക, അവിടെ നിർത്താതെ ഓതുകയാണിരിക്കുക. അപ്പോൾ അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി അല്ലേ വരിക? ബാ അല്ലേ അക്ഷരം? ബിസ്മിയുടെ തുടക്കത്തിൽ ബാ അല്ലേ? അപ്പോൾ എങ്ങനെ വരിക? മഅയിനിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ബിസ്മിയുടെ തുടക്കത്തിൽ ബാ. ബാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ഇഖ്ലാബ് അല്ലേ നിയമം? അതായത് ആ തൻവീനിലെ നൂനിൻ്റെ ശബ്ദം മീമാക്കി മാറ്റിമറിക്കണം. അത് സൂചിപ്പിക്കാനാണ് അവിടെ ഒരു മീം ഇട്ട് കൊടുത്തത്. അപ്പോൾ അടുത്ത സൂറത്തിലേക്ക് ഓതി പോവുകയാണെങ്കിൽ മഅയിനിം ബിസ്മി, ആ ബിസ്മിയാണ് ഓതുന്നതിന് മുമ്പ് മഅയിനിൻ എന്നുള്ളത് മഅയിനിം മീമിലേക്ക് മാറ്റും. മീമിൻ്റെ ഉച്ചാരണം കൊടുത്തിട്ടാണ് ബാ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിലുള്ള തജ്വീദ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഇനി ഈ ഒരു ആയത്തിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഖുൽ എന്നുള്ളത് എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതൊരു ഫിഅൽ അംറാണ്, കൽപ്പനക്രിയയാണ്. അതിൽ ഫാഇൽ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അൻത, നീ എന്നുള്ളതാണ് അതിലെ ഫാഇൽ.
നീ പറയൂ എന്നുള്ള രൂപത്തിലാണ് ആ പദം. അപ്പോൾ അൻത എന്നുള്ള ഫായിൽ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അറഅയ്തും എന്നെടുക്കുകയാണെങ്കിൽ ആ അവസാനത്തിൽ വന്ന തും എന്നുള്ള ഭാഗം അത് അതിൻ്റെ ഫായിലാണ്, അല്ലെങ്കിൽ ആ താ ചേർന്ന് വന്ന താ നമുക്കവിടെ പറയാം അത് ഫായിലാണെന്ന് പറയാം. അത് റഫ്ഇൻ്റെ സ്ഥാനത്താണ്. അവിടെ തുടക്കത്തിലെ ഹംസ അത് ഇസ്തിഫ്ഹാമിൻ്റെ ചോദ്യത്തിന് വേണ്ടിയുള്ള ഹംസയാണ്. ഇൻ എന്നുള്ളത് ഹർഫ് ഷർത്താണ്, നിബന്ധനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഹർഫാണ്. അതായത് ഒരു നിബന്ധന പറയാൻ വേണ്ടി, അങ്ങനെയാണെങ്കിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹർഫ് ഷർത്ത് വന്നു കഴിഞ്ഞാൽ, നിബന്ധനയുടെ ഇന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു നിബന്ധന പറയും, അതിൻ്റെ ഒരു ഉത്തരവും പറയും. ഇവിടെ എന്താണ് നിബന്ധന, എന്താണ് ഷർത്ത്? അസ്ബഹ മാഉക്കും ഗൗറൻ എന്നുള്ള ഭാഗമാണ് നിബന്ധന. വെള്ളം വറ്റിപ്പോവുകയാണെങ്കിൽ, നിങ്ങൾക്കുള്ള വെള്ളം വറ്റിച്ച് കളഞ്ഞാൽ, അതാണ് നിബന്ധന. അങ്ങനെ ആയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്ന അടുത്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ജവാബ്, ഷർത്തിൻ്റെ ജവാബ്. ഫമൻ യഅ്തീകും ബിമാ ഇമഈൻ, ആ ഭാഗമാണ് ജവാബ്. ഇനി അസ്ബഹ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചെറുതായിട്ട്. കാന വ അഹ്വാത്ത് പറയുന്ന സമയത്ത്, കാനയും സഹോദരിമാരും എന്ന് പറയുന്ന സമയത്ത് പല പദങ്ങളും വരുന്നുണ്ട്. കാന, സ്വാറ, ലൈസ, അസ്ബഹ, അംസ, അദുഹ, ദല്ല, ബാത്ത, അങ്ങനെ പല പദങ്ങളുണ്ട്. ഈ പദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കാനയുടെ അതേ നിയമമാണ്. അതുകൊണ്ടാണ് കാനയുടെ സഹോദരിമാർ എന്ന് പറയാൻ കാരണം. കാനക്ക് എന്താ നിയമം? കാന വന്നു കഴിഞ്ഞാൽ കാനയുടെ ഇസ്മിന് റഫ് ആയിരിക്കും, കാനയുടെ ഖബറിന് നസ്ബായിരിക്കും അല്ലേ. ഈ ഇസ്മ ഖബർ എന്നൊക്കെ പറയുമ്പോൾ എളുപ്പത്തിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഒരു മുബ്തദ ഖബർ എന്നുള്ള രൂപത്തിൽ രണ്ട് പദങ്ങളുള്ള അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളുള്ള ഒരു വാചകം എടുക്കുക. ഏറ്റവും എളുപ്പത്തിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം ഭംഗിയുള്ളതാണ്. ഇവിടെ അൽ ബുസ്താനു എന്നുള്ളതൊരു ഇസ്മാണ്, ജമീൽ എന്നുള്ളത് ഇസ്മാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഇസ്മിനെ മുബ്തദ എന്ന് പറയും, രണ്ടാമത്തേതിനെ ഖബർ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു വാചകത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാനയോ അല്ലെങ്കിൽ അസ്ബഹയോ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏതിനെ പറ്റിയാണ് പറയുന്നത്? ബുസ്താനിനെ പറ്റി. അതാണ് ഇസ്മ. ഇനി അല്ലെങ്കിൽ അതാണ് മുബ്തദ. എന്നാൽ അതിൻ്റെ വിശദീകരണമായി കൊണ്ട് പറയുന്ന ജമീലുണ്ടല്ലോ, ഭംഗിയുള്ളത്, അതിൻ്റെ വിശദീകരണമാണ്. പൂന്തോട്ടം എങ്ങനെയുള്ളത്, ഭംഗിയുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദീകരണം, ആ വിശദീകരണമായിട്ട് പറയുന്ന ഭാഗമാണ് ഖബർ. അപ്പോൾ മുബ്തദവും ഖബറും ഉണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ കൊണ്ടുപോയി കാന എന്ന് എഴുതി കഴിഞ്ഞാൽ ആ മുബ്തദ എന്നുള്ള ഭാഗം ഉണ്ടല്ലോ അതിന് റഫ് കിട്ടും. ഖബർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലോ അതിന് നസ്ബ് കിട്ടും. ആ മുബ്തദ എന്നുള്ളതിനെ നമ്മൾ കാനയുടെ ഇസ്മ എന്ന് പറയും, ഖബർ എന്നുള്ളതിനെ കാനയുടെ ഖബർ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് വരിക എന്നറിയോ? കാനൽ ബുസ്താനു ജമീലൻ എന്നാണ് വരിക. അൽ ബുസ്താനു ജമീലുൻ എന്നായിരുന്നു ആദ്യം. അത് കാന വെച്ച് കഴിഞ്ഞാൽ കാനൽ ബുസ്താനു ജമീലൻ. കാനയുടെ തൊട്ട് ശേഷം വരുന്ന കാനയുടെ ഇസ്മിന് റഫ് കിട്ടും, കാനയുടെ ഖബറിന് നസ്ബ്. സാധാരണഗതിയിൽ ഫത്ത് കൊണ്ടാണല്ലോ കൊടുക്കുക. അതേപോലെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അസ്ബഹ കാനയെ പോലെ തന്നെയുള്ളൊരു പദമാണ്. ഇതൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് ഉപയോഗത്തിൽ. ഇപ്പോൾ കാന എന്ന് പറഞ്ഞാൽ ആയി അല്ലെങ്കിൽ ആണ് എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ സ്വാറ എന്ന് പറയുമ്പോൾ ആയി തീർന്നു അങ്ങനെയുള്ള അർത്ഥം കൊടുക്കാറുണ്ട്. ലൈസ ഇല്ല എന്നുള്ള അർത്ഥമാണ്. പിന്നെ അസ്ബഹ, അംസ, അദുഹ, ദല്ല, ബാത്തൊക്കെ ഓരോ സമയത്തിനനുസരിച്ച് ആയി എന്ന് പറയാൻ വേണ്ടി. ഇപ്പോൾ അസ്ബഹ എന്നാണെങ്കിൽ പ്രഭാതത്തിൽ ഒരു കാര്യമായി, എന്തെങ്കിലും ഒരു കാര്യം ആയത് പ്രഭാതത്തിലാണെങ്കിൽ അപ്പോൾ അസ്ബഹ എന്നുള്ള പദമാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇനി അംസ എന്നാണെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും ഒരു കാര്യമായി തീർന്നാൽ അംസ എന്നാണ് ഉപയോഗിക്കും. അദുഹ എന്നാണെങ്കിൽ ദുഹ സമയത്ത്, പിന്നെ ദല്ല എന്നാണെങ്കിൽ പകൽ സമയത്ത്, ബാത്ത എന്നാണെങ്കിൽ രാത്രി സമയത്ത്. അങ്ങനെ ഓരോ സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ആയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അസ്ബഹ വന്നു. അപ്പോൾ അസ്ബഹ എന്നതിന് ശേഷം വരുന്ന അസ്ബഹയുടെ ഇസ്മ എന്താണ്? മാ ആണ്. അസ്ബഹയുടെ ഖബറോ ഗൗറാണ്. അപ്പോൾ ഇസ്മും ഉണ്ട് ഖബറും ഉണ്ട്. മാ എന്നുള്ളത് അസ്ബഹയുടെ ഇസ്മാണ്, ഗൗർ എന്നുള്ളത് ഖബറാണ്. അപ്പോൾ മാഇന് റഫ് കിട്ടണം, ഗൗറിന് നസ്ബ് കിട്ടണം. അപ്പോൾ അവിടെ റഫ് സാധാരണ ലമ്മ കൊണ്ടാണല്ലോ കൊടുക്കുക, നസ്ബ് ഫത്ത് കൊണ്ടും കൊടുക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, അസ്ബഹ മാ ഉ എന്ന് വരാൻ കാരണം അസ്ബഹ മുമ്പിൽ വന്നതുകൊണ്ടാണ്. ഗൗറൻ അവിടെ നസ്ബ കിട്ടിയത്, ഫത്ത് തൻവീനല്ലേ. അപ്പോൾ അവിടെ നസ്ബ് കിട്ടാനുള്ള കാരണം അത് അസ്ബഹയുടെ ഖബർ ആയതുകൊണ്ടാണ്. അപ്പോൾ മാ എന്നുള്ളത് അസ്ബഹയുടെ ഇസ്മാണ്, ഗൗർ എന്നുള്ളത് അസ്ബഹയുടെ ഖബറാണ്. അതുകൊണ്ടാണ് അസ്ബഹ മാ ഉ എന്ന് വന്നത്, പിന്നെ ഗൗറൻ എന്ന് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കും എന്നുള്ളത്, അത് മാഇനോട് ചേർന്ന് വന്നതാണ്, മുദാഫിനിലേഹിയാണ്. അതായത് മാഇനെ ആ കും എന്നുള്ളതിലേക്ക് ചേർത്തു. അപ്പോൾ കും എന്നുള്ളത് മുദാഫിൻ ഇലേഹിയാണ്, ജറിൻ്റെ സ്ഥാനത്താണ് അത് കിടക്കുന്നത്. അത് നോക്കണ്ട. അപ്പോൾ അസ്ബഹ എന്ന് കഴിഞ്ഞതിന് ശേഷം അസ്ബഹയുടെ ഇസ്മ മാ ആണ്, വെള്ളമാണ്. ഗൗർ എന്നുള്ളത് അതതിൻ്റെ ഖബറാണ്. ഇനി ഫമൻ എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഫ എന്നുള്ളത് ഒരു ഷർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിൻ്റെ ഉത്തരം പറയാൻ, ജവാബ് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന പദമാണ്. അങ്ങനെയാണെങ്കിൽ, എങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ,
അതിന് നമുക്ക് ഫാ ഉൽ വാഖിയ എന്ന് പറയാം. പിന്നീട് അവിടെ വന്ന മൻ എന്നുള്ളത് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്തിഫ്ഹാമിൻ്റെ പദമാണ്. ഇനി യഅ്തീകും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ വന്ന ആ ഒരു കും എന്നുള്ളത് അത് മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ്, അല്ലെങ്കിൽ മഫ്ഊലുൻ ബിഹിയാണത്. യഅ്തീ കൊണ്ടുവരും, കും നിങ്ങൾക്ക്, അപ്പോൾ മഫ്ഊലുൻ ബിഹിയാണ്. ബി മാ ഇൻ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബി എന്നുള്ളതിന് ശേഷം വരുന്ന പദത്തിന് ജറ് കിട്ടണം. സാധാരണ കസ്ർ കൊണ്ടാണല്ലോ കൊടുക്കുക. ബിസ്മി, ബിസ്മില്ലാഹി, ബിസ്മി. ബീന്ന് കഴിഞ്ഞതിന് ശേഷം ഇസ്മുൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ബിസ്മി എന്നാണ് വരിക. അതേപോലെ ഇവിടെ ബി മാ ഇൻ, അവിടെ മാ ഇന് ജറ് കിട്ടിയത് ബി വന്നതുകൊണ്ടാണ്. ഇനി ആ മാ ഇനെ വിശേഷിപ്പിക്കുന്ന പദമാണ് മഅയിൻ എന്നുള്ളത്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപം വരണ്ടേ. അതുകൊണ്ട് മാ ഇൻ എന്ന് വന്നപ്പോൾ മഅയിനിൻ എന്ന് രണ്ടിനും ഒരേ രൂപം വന്നു. മാ ഇൻ അവസാനത്തിൽ കസ്ർ തൻവീന്, മഅയിനിൻ അതിൻ്റെ അവസാനത്തിൽ കസ്ർ തൻവീന്. പക്ഷേ ആ കസ്ർ തൻവീനിൽ ഒരു വര ഇട്ടിട്ടുണ്ടാവുള്ളൂ, മറ്റേ വരക്ക് പകരം മീം ഇട്ടത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തജ്വീദ് പറഞ്ഞപ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ള ആളുകൾക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുവാനുമുള്ള സൗഭാഗ്യവും തൗഫീക്കും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.